ആലപ്പുഴ അരൂരിൽ നിർമ്മാണത്തിലിരുന്ന ആകാശപാതയുടെ ഗർഡറുകൾ താഴെ വീണ അപകടം. ഒരു വാഹനം അടിയിൽ കുടുങ്ങി. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, നിലവിൽ ഒരു മരണമെന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? ആര്യ, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഈ നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ജനങ്ങളൊക്കെ തന്നെ അറിഞ്ഞു വരുന്നതേ ഉള്ള സംഭവം. പുലർച്ചെ ഏതാണ്ട് 2 മണിയോടുകൂടിയായിരുന്നു അപകടം. അരൂർ എരമല്ലൂരിന് സമീപം 122, 123 പില്ലറുകൾക്കിടയിൽ വെച്ചിരുന്ന കോൺക്രീറ്റ് ഗഡറുകളാണ് ഒരെണ്ണം ജാക്കി തെന്നി മറ്റൊന്നിൻ്റെ മുകളിലേക്ക് പതിക്കുകയും അങ്ങനെ 2 ഗർഡറുകളും താഴേക്ക് നിലം പതിക്കുകയുമാണ് ഉണ്ടായത്. ഈ സമയം റോഡിലേക്ക് പോകുകയായിരുന്ന ഒരു പിക്കപ്പ് വാൻ, അതിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയായ രാജേഷാണ്. ഇയാൾ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിവരങ്ങളാണ് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമായിരുന്നു. നമുക്കറിയാം, അരൂർ ഈ പാതയിലൂടെ വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ഗതാഗതം ഒഴിവാക്കാതെയുള്ള ഗതാഗതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ പോവുകയും അത്തരം വാഹനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം കുറച്ചുകൂടി വലിയ തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തന്നെ ഈ പിക്കപ്പ് വാൻ അതിനടിയിൽപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് ആ സമയത്ത് വാഹനം 2 ഭാഗത്തും പോലീസ്, 2 ഭാഗത്തും നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന കമ്പനികളുടെ ജീവനക്കാരുമൊക്കെ ചേർന്ന് അത്തരം വാഹനങ്ങളൊക്കെ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനിടയിലൂടെ കടന്നു വന്ന ഈ ഒരു വാഹനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അപകടത്തിന് ഈ കാണുന്ന വാഹനത്തിനുള്ളിലാണ് ഇപ്പോൾ ഈ രാജേഷ് എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശി കുടുങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇനിയിപ്പോൾ രക്ഷപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഈ വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ ഈ വളരെ ഭീമാകാരമായിട്ടുള്ള ഈ ഗർഡറുകൾ നീക്കം ചെയ്യേണ്ടി വരും. അത് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇതിന് തൊട്ട് സമീപത്ത് സമാനമായ രീതിയിൽ ഇന്നലെ രാത്രിയോട് ഇതിന് മുകളിൽ കയറ്റിയ ഗഡറുകളാണ് താഴെ പതിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ മറ്റ് 2 ഗഡറുകൾ കൂടി ഇതിന് സമീപത്തുണ്ട്. അതുകൊണ്ട് ഇത് നീക്കം ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇങ്ങോട്ടേക്കുള്ള നിയന്ത്രണം പൂർണ്ണമായ രീതിയിൽ മറ്റുള്ളവരൊന്നും കടന്നു വരാതിരിക്കുന്നതിനുള്ള പൂർണ്ണ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സംഭവമാണ്. ഏതാണ്ട് ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഇത് ഏതാണ്ട് 13 കിലോമീറ്ററാണ് അരൂർ മുതൽ തുറവൂർ വരെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഈ ഭാഗത്ത് ഇതിനിടയിൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു അപകടം, ഈ ഗഡറുകൾ താഴെ പതിക്കുന്ന തരത്തിലുള്ളൊരു അപകടം ഇതാദ്യമായിട്ടാണ്. വലിയ ഒരു അപകടമാണ് സംഭവിച്ചത്. പക്ഷേ ഇത് പുലർച്ചെ 2 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തത്തിന് ഇത് കാരണമായില്ല. അതുകൊണ്ട് തന്നെ ഒരു വാഹനം മാത്രമാണ് അടിയിൽപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖകരമായ വാർത്ത വരുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പകൽ സമയത്തായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമായിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ 2 മണി എന്നുള്ളൊരു സമയമായതുകൊണ്ട് വലിയൊരു അപകടം തന്നെയാണ് ഒഴിഞ്ഞു മാറിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഗർഡറുകൾ മാറ്റി വേണം ആ വാഹനം പുറത്തേക്കെടുക്കാൻ. ആ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അതിനുള്ള നടപടികൾ തന്നെയായിരിക്കാം അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും പുലർച്ചെ 2 മണിക്ക് ശേഷം തന്നെ ഇത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളാണ് ഈ കമ്പനി ഇത് ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ഭാരമുള്ള ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യുന്നതിന് വളരെയധികം ആയാസകരമാണ്. അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇതിൻ്റെ തൊട്ട് സമീപത്ത് നമുക്ക് കാണാം മറ്റ് ഗഡറുകളും സമാനമായ ഇന്നലെ ഇതുപോലെ കയറ്റി മുകളിൽ വെച്ചിരിക്കുന്ന ഗട്ടറുകൾ കാണാം. ഇതും മാറ്റുമ്പോഴുള്ളൊരു ആഘാതത്തിൽ അത് താഴേക്ക് പതിക്കാനുള്ളൊരു സാധ്യത നമുക്ക് ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോലീസും ഇവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഏത് സമയത്തും ഇനിയും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് പില്ലറുകളും താഴെ വീഴാനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. തീർച്ചയായും ഈ വാഹനത്തിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസും എത്തുന്നുണ്ടോ? വാഹനത്തിൽ മറ്റാരുമില്ല എന്നുള്ളത് ഒരു ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യം കൂടിയാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം വിവരങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നും ലഭ്യമാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അതുമാത്രമാണ്. നമുക്കിപ്പോൾ DYSP ഇവിടെയുണ്ട്, ചേർത്തല DYSP. സാറേ, ഇത് എത്ര മണിയോടുകൂടിയാണ് സംഭവം? 2:30
ഇതിനുള്ളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ? ഒരാളുകൾ മാത്രമേ ഉള്ളെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഇത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഇടയിലാണ് താഴോട്ട് വീണതായിട്ട് പറയപ്പെടുന്നത്. ഇത് പുലർച്ചെ ആയതുകൊണ്ട് വലിയൊരു അതെ, പുലർച്ചെ ആയതുകൊണ്ട് കൂടുതൽ ആളപായം ഉണ്ടായില്ല. അത് തന്നെയാണ് ആര്യ. എന്തായാലും പുലർച്ചെ 2 മണിയോടുകൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് താഴേക്ക് പതിച്ചത്. ഇതിൻ്റെ ഏതാണ്ട് ഈ 13 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യമുള്ളത്. ഈ 13 കിലോമീറ്ററിൻ്റെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഗർഡറുകളൊക്കെ തന്നെ ഇതിൻ്റെ മുകളിൽ കയറ്റി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വളരെ കുറച്ച്, അതായത് ഒരു 2-3 ഭാഗത്ത് മാത്രം, പില്ലറുകളിൽ മാത്രം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. അതും ആ പിക്കപ്പ് വാൻ്റെ മുകളിലാണ് വീണിരിക്കുന്നത്. ഇപ്പോൾ ആ പിക്കപ്പ് വാൻ്റെ മുകളിൽ നിന്നും ആ ഗർഡറിൻ്റെ ഭാഗം നീക്കം ചെയ്യുന്നതിന് അവരുടെ ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്കാരുടെ ആളുകളൊക്കെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ. വലിയ ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അത് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് വളരെ ദുഃഖകരമാണ്. നമ്മളിപ്പം ഈ എന്തോ അത് ഉയർത്തുന്നതിനിടയ്ക്ക് എന്തോ ഒടിഞ്ഞു പോയി എന്നാണ് ഇവർ പറഞ്ഞത്. എനിക്ക് എന്ത് സംഭവമാണ് ഒടിഞ്ഞതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ പാടില്ല. എന്തോ ഷെയ്ക്കാകാൻ സാധ്യതയുണ്ട്. ഇതിനകത്തൊരു സംശയം വരുന്നത് സാധാരണഗതിയിൽ ഇവിടെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടല്ലേ ഇത്തരം നിർമ്മാണ പ്രവർത്തനം നമ്മൾ ഇത്രയും നാൾ ഇപ്പം ഇത്രയും പണികൾ കംപ്ലീറ്റ് പൂർത്തിയായതാണല്ലോ. അത് നല്ല നിയന്ത്രണം തന്നെ ഉണ്ടായതിനു ശേഷമാണ് കാരണം അത്രയും അധികം വാഹനം നമുക്ക് അടിയിലൂടെ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ശ്രദ്ധ ഇവിടെ പോലീസും സംവിധാനവും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ യാദൃശ്ചികമായിട്ട് ഇപ്പോൾ രാത്രി സംഭവിച്ചത്, എന്നാലും ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ നമുക്ക് വലുത് തന്നെയാണ്. ഒരു ജീവനും ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്. അനേകം ജീവൻ നമ്മുടെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കുഴികളിലൊക്കെ പെട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും നിരന്തരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരിക്കുന്ന ഇടത്തിലാണ് നമ്മൾക്കിങ്ങനൊരു പണി നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ, ഞാൻ കളക്ടറിനെ വളരെയധികം ഇതിൻ്റെ ഈ വിഷമതകൾ നമ്മൾ അറിയിച്ചാണ്. ഈ ഗഡർ ഉയർത്തുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള പരിപാടിയാണ്. അത് അടിയിലൂടെ വാഹനങ്ങൾ മനുഷ്യജീവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉത്കണ്ഠാകുലരാണ്. അതിന് അടിയന്തരമായിട്ട് നടപടിയെടുക്കണം, പോലീസിൻ്റെ സംവിധാനം എല്ലാം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പോലീസിൻ്റെ ശ്രദ്ധകളുണ്ട്. പക്ഷേ ഇല്ല, ഒരാൾ മാത്രമേ അടിയിൽപ്പെട്ടതായിട്ടുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എങ്കിലും ഒരാളുടെ ജീവനും നമുക്ക് വലുത് തന്നെയല്ലാണല്ലോ, നമ്മൾ വേദനിക്കും. പറഞ്ഞിരുന്നു സുരക്ഷ പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റേതായ സുരക്ഷകൾ അന്ന് നമ്മൾ എടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാനതിൽ ഇടപെട്ടിരുന്നു. കളക്ടറിനായി വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ കളക്ടറും പറഞ്ഞു വലിയ അപകടമാണ്, ഈ ഗഡർ ഉയർത്തുന്നതൊക്കെ വലിയ അപകടം നിറഞ്ഞ റിസ്ക് നിറഞ്ഞ പണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് വാഹനം കടന്നു പോകാതിരിക്കുവാൻ നമുക്ക് സാധിക്കില്ല, പണി നടത്താതിരിക്കുവാനും സാധിക്കില്ല. ഇത്ര വർഷം കൊണ്ട് ഇവർ പണി പൂർത്തിയാക്കി നമുക്ക് തരണമെന്നാണല്ലോ. അപ്പോൾ അതിൻ്റേതായ സ്പീഡിൽ അവർ ശ്രദ്ധയോടെ തന്നെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും അപകടം നിറഞ്ഞ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അപകടം നിറഞ്ഞ ഭാഗത്തുകൂടെ ഇരു സൈഡിലൂടെയും വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗഡർ കയറ്റുന്ന സമയത്ത് ഒരു വാഹനം അവർ കടത്തി വിടാറില്ല, ആ ഭാഗത്തോട്ട് കടത്തി വിടാറില്ല. അത് സ്ട്രിക്റ്റായിട്ട് തന്നെ അവർ അത് പാലിക്കുന്നുണ്ടായിരുന്നു. രാത്രി പോലീസ് സംവിധാനം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് പോലീസിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിത് അറിഞ്ഞ ഉടനെ തന്നെ വിളിച്ചപ്പോൾ പോലീസെല്ലാം സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് അറിയാൻ ഇപ്പോൾ എനിക്ക് പിന്നെ ശരിക്കും അറിയാൻ കഴിഞ്ഞാൽ തുറവൂരിൽ നിന്ന് തിരിച്ചു വിടുകയാണ്. പിന്നെ നമ്മളുടെ എന്തോ പിന്നെ അരൂക്കുറ്റി വഴി തിരിച്ചു വിടുകയാണ്. ഞാനിപ്പോൾ അവരൊക്കെ വിളിച്ചു, റിയാസ് മിനിസ്റ്ററിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചറിയിച്ചിട്ടുണ്ട്, മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്, അവിടുത്തെ ഓഫീസിലേക്ക് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ചു എലിവേറ്റഡ് ഹൈവേയുടെ ആൾക്കാരുമാണ്. അവർ പറഞ്ഞത് ഇതിൻ്റെ ജാക്കി എന്തോ ഒടിഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. ഇത് കയറ്റുന്നതിനിടയ്ക്ക് സ്ലിപ്പായെന്ന്, ജാക്കി സ്ലിപ്പായെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അരൂർ MLAയുടെ ഭാഗത്തു നിന്ന് കേൾക്കാൻ സാധിച്ചത്. കാര്യം ഇത് നീക്കം ചെയ്യുന്നതിനിടയിൽ, പുതിയതായിട്ട് ഇത് നിർമ്മിക്കുന്നതിനിടയിൽ അത് താഴേക്ക് പതിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ വാഹനം കടത്തി വിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാൻ അതിനെക്കുറിച്ച് അധികം ഞാനിപ്പോൾ വന്ന് സ്പോട്ടിൽ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ
എന്തായാലും ഇത് തന്നെയാണ് കാര്യം. ഈ പുതിയതായിട്ട് ഗർഡറുകൾ വയ്ക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു എന്നാണ് MLA പറയുന്നത്. MLA ഇപ്പോൾ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയിരിക്കുകയായിരുന്നു. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ്. ഒരാളുടേതാണെങ്കിൽ പോലും ആ ജീവനും വലിയ വിലയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് സാധാരണഗതിയിൽ MLA ഇപ്പോൾ സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ കാര്യം വളരെ വേഗതയിൽ നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണിത്. ഇപ്പോൾ ഈ 13 കിലോമീറ്റർ ദൂരത്തിൽ ഈ പൂർണ്ണമായിട്ടും ആകാശപാതയാണ്, അതിൻ്റെ നിർമ്മാണമാണ്. ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനിടയിലാണ് ഇത്ര വലിയ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആര്യ, തീർച്ചയായും എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് വഴിമാറിയത്. ഒരു മരണം സംഭവിച്ചുവെങ്കിൽ കൂടി കുറച്ചുകൂടി പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ ഒരു ആഘാതം കുറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം. എന്നിരുന്നാൽ കൂടി ഒരു മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആലപ്പുഴ അരൂരിൽ നിർമ്മാണത്തിലിരുന്ന ആകാശപാതയുടെ ഗർഡറുകൾ തകർന്നു വീണാണ് ഒരാൾ മരിച്ചത്. വാഹനം ഈ ഗർഡറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിൽ ഈ വാഹനം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതാഗതം മറ്റൊരു ഭാഗത്തു കൂടി വഴിതിരിച്ചു വിടുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഷാജഹാൻ, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. മുമ്പും ഇത്തരത്തിൽ ഈ ഗർഡറുകൾ തകർന്നു വീണ അപകടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കൂടുതലായിട്ട് അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നൊരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും മുൻകരുതലുണ്ട്. കാര്യം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ മുൻകരുതലൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് കാര്യം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 600-ലധികം വരുന്ന പില്ലറുകളുടെ മുകളിലാണ് ഏതാണ്ട് ഈ 13 കിലോമീറ്ററിലെ ആകാശപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഗർഡറുകളും മുകളിലേക്ക് കയറ്റുമ്പോൾ ആ ഭാഗത്ത് വാഹനങ്ങൾ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്താറുണ്ട്. നമ്മളും ഇതിനു മുൻപ് പല പ്രാവശ്യം ഇതിൽ യാത്ര ചെയ്യുമ്പോഴും അത് നമ്മുടെ അനുഭവത്തിൽ പെട്ടിട്ടുള്ളതാണ്. ഏതാണ്ട് അരമണിക്കൂർ 1 മണിക്കൂർ വരെ അത്തരം സമയങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാറില്ല. പക്ഷേ അത് മുകളിൽ കയറ്റിയതിന് ശേഷം പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വാഹനങ്ങൾ പോകുന്നത്. അങ്ങനെ കയറ്റി ഈ ഗർഡറുകൾ മുകളിൽ വെച്ചതിന് ശേഷം വാഹനം കടന്നു പോകുന്നതിനിടയിൽ അതിൻ്റെ ഏതോ ഒരു ഭാഗം അടർന്നു പോയതാണ് ഈ അപകടത്തിന് കാരണം. അതായത് നിർമ്മാണ പ്രവർത്തനത്തിൽ വന്ന ഒരു തകരാറാണ് ഈ അപകടത്തിന് കാരണം എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അതാണ് നമുക്കിപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ മാത്രമാണത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഒരാളെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വിശദമായ ഒരു അന്വേഷണം കൂടി ഈ ഒരു സംഭവത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്താണ് ഈ അപകട കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഗർഡറുകൾ തകർന്നു വീണു എന്നതിൽ വ്യക്തത കൂടി വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളത് ഒരു തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുൻപായിട്ട് ആലപ്പുഴ ദേശീയപാതയോട് ചേർന്നുള്ള ബൈപ്പാസിന് മുകളിലും ഇത്തരത്തിൽ ഗർഡറുകൾ താഴെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അവിടെയൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഒരു അപകടം സംഭവിച്ചില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം പോലീസൊക്കെ ഉണ്ട്. പോലീസ് പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് ആൾക്കാരെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പോലീസ് എത്ര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാലും അതിനിടയിൽ കൂടിയൊക്കെ തന്നെ ആളുകൾ ഉള്ളിലേക്ക് കടന്ന് വരുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം ആളുകൾ ഇത് നേരിട്ട് കാണുന്നതിനായിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കാര്യം ഇതിൻ്റെ അപകടം, അതിൻ്റെ വ്യാപ്തി അതൊക്കെ തന്നെ പോലീസ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ പോലും സംഭവം അറിഞ്ഞ് പലരും ഇപ്പം നേരം പുലർച്ചെ വരുന്നുള്ളെങ്കിൽ പോലും സംഭവം അറിഞ്ഞ് പലരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.